لا إله إلا الله 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 لا إله لا إله إلا الله لا إله إلا الله. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل رب ارحمهما كما ربياني صغيرا. وقال النبي صلى الله عليه وسلم العقوق الوالدين من أكبر الكبائر. وأيضا قال صلى الله عليه وسلم إن الله تعالى حرم عليكم عقوق الأمهات. चमक तुझसे पाते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले चमक तुझसे पाते सब पाने वाले मेरा दिल भी चमका दे चमकाने वाले. സയ്യിദനാ മൗലാനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹബഹുമാനാന്തരങ്ങൾ നിറഞ്ഞ ആദരണീയനായ ശൈഖുനാ ഹൈദർ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട പൊന്നാനി മസ്ജിദിന്റെ ഇമാമ കൂടിയായ ആദരണീയനായ ഉസ്താദ് അവരുടെ വേദിയിലും പുറത്തും സന്നിഹിതരായ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ മുത്തഅല്ലിമീങ്ങളെ സത്യവിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അവന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടതായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹജനങ്ങൾ, നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾ, നമ്മുടെ സഹകാരികൾ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവർ,
നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, വിശിഷ്യ മഹാന്മാരായ മഖദൂമുമാരുടെ ചാരത്ത് സംഘടിപ്പിച്ച ഈ വൈജ്ഞാനിക സംഗമത്തിൽ സന്നിഹിതരായ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നാളെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗീയാലയത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയാരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു അവന്റെ അളവറ്റ കാരുണ്യവും അവന്റെ പ്രവിശാലമായ ഔദാര്യവും അവന്റെ അതിമഹത്തായ അനുഗ്രഹവും കൊണ്ട് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് വേറുപെട്ട് ഖബറുകളിൽ ഏകാന്തരായി കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളിൽ അല്ലാഹു സ്വർഗമാക്കുമാറാകട്ടെ. നേരം പോക്കിന് വേണ്ടി നമ്മുടെ മജ്‌ലിസ് അല്ലാഹു അവരുടെ ഖബറുകളിൽ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ആദരണീയരായ ഉസ്താദ് അവർകൾ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, വിജ്ഞാനത്തിന്റെ സദസ്സ് അത് സ്വർഗീയ ഉദ്യാനമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കുക. ഈ പൊന്നാനി പള്ളിയുടെ ചാരത്ത് വെച്ച് ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഇതുപോലൊരു വഅദിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നു എന്ന് ഞാൻ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. മുഅ്മിനീങ്ങളെ, വഅദിന്റെ മജ്‌ലിസ് ഉണ്ട് എന്ന് കേട്ടാൽ ചെറിയ കുഞ്ഞുമക്കളും വളരെ പ്രായമുള്ള ഉപ്പമാരും ഈ ദീനിന്റെ കാവൽ ഭടന്മാരായ ചെറുപ്പക്കാരുമെല്ലാം ആ മജ്‌ലിസിലേക്ക് വരാൻ മത്സരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളുണ്ട്. ഇന്ന് വിശാലമായ റോഡ് ഫെസിലിറ്റീസുകളും വെഹിക്കിൾ ഫെസിലിറ്റീസുകളും നമുക്കുണ്ട്. എല്ലാവരുടെ കയ്യിലും 2 വീലറും 4 വീലറും നല്ല റോഡും നല്ല സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. മുമ്പ് കാലത്ത് ഇതുപോലെ നമുക്ക് വിശാലമായ സൗകര്യങ്ങളോ അതുപോലെ ഒന്നും നമുക്കില്ലായിരുന്നു. പക്ഷേ ഒരു 10 കിലോമീറ്റർ എന്നല്ല, ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകൾ, മുഅ്മിനീങ്ങൾ, ഉണങ്ങിയ ഓല അതിങ്ങനെ ചുരുട്ടിക്കെട്ടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂട്ടെന്നാണ് പറയുക, അത് ഇങ്ങനെ കത്തിച്ചു പിടിച്ച് സ്വലാത്ത് ചൊല്ലി, മൗലായ ചൊല്ലി, തക്ബീർ ചൊല്ലിക്കൊണ്ട് പഴയ ഉപ്പമാരും ചെറിയ കുഞ്ഞുമക്കളും ഉമ്മമാരും അടങ്ങുന്ന വലിയ സംഘം ഇത്തരം വിജ്ഞാനത്തിന്റെ സദസ്സുകളെ സമ്പന്നമാക്കിയിരുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിൽ വഅദെന്ന് പറഞ്ഞാൽ അത് ഔട്ട് ഓഫ് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരും അത് കേൾക്കാൻ വരുന്നില്ല. ഇനി അഥവാ സംഘടിപ്പിച്ചാൽ തന്നെ ആർക്കും അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുവർണ വസന്തങ്ങളെ തിരിച്ചുപിടിക്കാൻ നാം പ്രയത്നിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഉമ്മയും ഉപ്പയും സ്വർഗമാണ് എന്ന പ്രമേയമാണ് നമുക്ക് മുന്നിൽ ഇന്നുള്ളത്. വിനീതനായ മുത്തഅല്ലിമിനോട് ഈ ഇരിക്കുന്ന വന്ധ്യവയോധികരായ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ആദരണീയരായ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദ് ഇന്നലെ നിങ്ങളോട് പ്രഭാഷണം നടത്തിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കൂടി ഉസ്താദും തെക്കൻ കേരളത്തിൽ 40 മുശാവറ അംഗങ്ങളിൽ ഒരാളും കൊല്ലം ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പ്രിൻസിപ്പളും എല്ലാമായ തെക്കൻ കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാരെങ്കിലും ദർസ് നടത്തുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ പ്രഗത്ഭരായ പ്രഭാഷകന്മാരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ, ആദരണീയരായ
ശൈഖുനാ ഹൈദ്രൂസ് ഉസ്താദ് മുഖാന്തരമല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രമേൽ ഔന്നത്യവും അത്രമേൽ ശ്രേഷ്ഠതയുമുള്ള മഹാനരായ ശൈഖുനാ ഹൈദ്രൂസ് ഉസ്താദ് ഇന്ന് രാവിലെ വിനീതനായ എന്നോട് പറഞ്ഞു, മോനെ, ഇന്ന് നീ പറയേണ്ട വിഷയം മാതാവിനെ കുറിച്ചാണ്, ഇന്ന് നീ സംസാരിക്കേണ്ട വിഷയം പിതാവിനെ കുറിച്ചാണ്. ഞാനും നീയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവഗണനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ അവഗണനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ തമസ്സീകരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മാതൃസമൂഹവും പിതൃസമൂഹവും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. എന്ന് പറഞ്ഞാൽ യുവസമൂഹം, പുതിയ തലമുറ അവരെ അവഗണിക്കുകയും അവരെ അധപ്പതിപ്പിക്കുകയും ചെയ്യുകയാണ്. ലോകത്തൊരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ വന്നിട്ടുണ്ട്, ലോകത്തൊരുപാട് നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് മോസ്റ്റ് മോഡേൺ ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമപൂർണമായ, പ്രതിസന്ധി നിർഭരമായ ഒരു പ്രശ്നത്തിന്റെ വക്കിലാണ് ഈ ആധുനാധുനിക ലോകം നിൽക്കുന്നത്. അമേരിക്കയാകട്ടെ, ജപ്പാനാകട്ടെ, ജർമ്മനിയാകട്ടെ, ഇറ്റലിയാകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ജനാധിപത്യ മതേതരത്വത്തിന്റെ ഇക്വേഷൻസുകൾ കൊണ്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യമാകട്ടെ, പാകിസ്ഥാനാകട്ടെ, ചൈനയാകട്ടെ, ബെൽജിയമാകട്ടെ എന്നല്ല, ഏഷ്യയും ആഫ്രിക്കയും എന്നല്ല, ലോകത്തിന്റെ നാനാതലങ്ങളിലും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു വലിയ പ്രതിസന്ധി നിർഭരമായ ഘട്ടമാണ്. ഈ സമൂഹത്തിലെ ഈ മാനസിക സമുദായത്തിലെ മാതാക്കന്മാരെ അവഗണിക്കപ്പെടുന്നു, പിതാക്കന്മാരെ വലിച്ചെറിയപ്പെടുന്നു, അമ്മമാരെ പരിഹസിക്കപ്പെടുന്നു, അച്ഛന്മാരെ തൃണവൽപ്പണിക്കപ്പെടുന്നു എന്ന പ്രതിസന്ധി നിർഭരമായ ഒരു ഘട്ടം. ലോകത്തേത് നേതാവിനാണ് ഇതിനെതിരെ ചെറുതിനെ നിൽക്കാൻ കഴിയുക? ലോകത്തേത് മതാധ്യക്ഷന്മാർക്കാണ് ഇതിനെതിരെ സംസാരിക്കാൻ കഴിയുക? ലോകത്ത് ധാരാളം മിഷനുകളുണ്ട്, ധാരാളം സയന്റിസ്റ്റുകളുണ്ട്, ധാരാളം ഇക്വേഷൻസുകളുണ്ട്, ലോകത്തെ ഡെവലപ്പ് ചെയ്യാൻ ധാരാളം ഫോർമുലാസുകൾ ലോകത്തുണ്ട്. അവഗണിക്കപ്പെടുന്ന പിതാവിന്റെ കരങ്ങൾ പിടിച്ചിട്ട് നന്മയുടെ പറുദീസയിലേക്ക് നടത്താൻ, പ്രണവൽക്കണിക്കപ്പെട്ട മാതാവിന്റെ കണ്ണീരപ്പാൻ, അവഗണനയുടെ ചാട്ടവാറിലേക്ക് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മാതൃപിതൃ സമൂഹത്തിന്റെ കണ്ണീരപ്പാൻ ലോകത്തൊന്നൊരു സംഘടനയുമില്ല, ലോകത്തൊരു മതാധ്യക്ഷന്മാരും രംഗത്ത് വരുന്നില്ല, ലോകത്തൊരു രാഷ്ട്രത്തിന്റെ നായകനും രംഗത്ത് വരുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി എത്ര വർഷമായി? ഈ കാലയളവിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറുന്ന ഇവിടുത്തെ അവഗണിക്കപ്പെടുന്ന പിതൃ സമൂഹത്തിന് വേണ്ടി, തൃണവൽക്കരിക്കപ്പെടുന്ന മാതൃസമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടോ? നാം ഇൻഡാൻഷ്യലായി എസ്റ്റിമേറ്റ് ചെയ്യുക. പോരാ, ലോക പോലീസ് സമയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ തലവൻ ബറാക് ഹുസൈൻ ഒബാമ ഏതെങ്കിലും ഒരു യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ, ഐക്യരാഷ്ട്രസഭയുടെ, ലോകരാജ്യങ്ങളുടെ സമ്മേളനങ്ങളുടെ കോൺഫറൻസിൽ വന്നിട്ട് ഈ രാജ്യത്ത്, ഈ ലോകത്ത് അവമതിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും പ്രവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന പിതൃസമൂഹത്തിന്റെ കണ്ണീരപ്പാൻ, മാതൃസമൂഹത്തിന്റെ കരങ്ങൾ പിടിക്കാൻ മാലോകരേന്നൊരു സന്നദ്ധമാകണമെന്ന് ഇന്ന് വരെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ? എത്രയെത്ര പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മൾ കാണുന്നു, എത്രയെത്ര പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നേതാക്കന്മാരെ നമ്മൾ കാണുന്നു. അവർക്കിതൊന്നും പ്രശ്നമല്ല, അവർക്കിതൊന്നും പ്രതിസന്ധിയല്ല. അവരുടെ ടേബിളിന്റെ പുറത്തിത്തരം പ്രതിസന്ധി നിർഭരമായ വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ ഡിസ്കഷന് വിഷയമാക്കാൻ അവരാരും സന്നദ്ധരാകുന്നില്ല. കണ്ണീരൊലിപ്പിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആർത്തട്ടഹാസം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ മാതൃസമൂഹത്തിന് കരകാണാത്ത ആ കണ്ണീർത്തരങ്ങളിൽ നിന്ന് സദാ ആശ്വാസത്തിന്റെയും സമാശ്വാസത്തിന്റെയും തുരുത്തുകൾ പാലിക്കാൻ ആരാണ് ലോകത്ത് മുന്നോട്ട് വന്നത്? ഏത് മതത്തിനാണ് ആ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞത്? ലോകത്ത് അഡോൾഫ്
കഴിഞ്ഞിട്ടില്ല, താർ ചക്രവർത്തിമാർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തൊരു നായകനും അത് നടപ്പാക്കാനായിട്ടില്ല. അത് നടപ്പാക്കാൻ കഴിഞ്ഞ നായകൻ മദീനയിലെ നായകനാണ്. ചമ്മക്ക് തുച്ച് പാട്ടേ സബ് പാനെ വാലേ मेरा दिल भी चमका दे चमकाने वाले. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിലൂടെ പ്രപഞ്ചോൽപത്തിക്ക് നിദാനമായ പ്രവാചക പുങ്കവർ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മഹിതമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കണമെന്ന് അനുശാസിക്കുന്ന വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ തൗഹീദ് പറഞ്ഞതിന് ശേഷം പറയുന്നു, മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണത് നീ ഓർക്കണേ. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണത് നീ ഓർക്കണേ. വബിൽവാലിദൈനി ഇഹ്സാനാ. വബിൽവാലിദൈനി ഇഹ്സാനാ. അതാ പ്രതിസന്ധി രൂക്ഷമായ, പ്രശ്നകലുഷിതമായ, കലാപബന്ധിതമായ, അരക്ഷിതാവസ്ഥയ്ക്ക് വിധേയപ്പെട്ട ആധുനാധുനിക പോസ്റ്റ് മോഡേൺ ലോകത്തെ മാതൃസമൂഹം മുഴുവനും സമസ്തീകരിക്കപ്പെട്ടപ്പോൾ ഒരു വിമോചകനില്ലാതെ, ഒരു മുന്നേറ്റകനില്ലാതെ വിഷമിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പഠിപ്പിച്ച മഹിതമായ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കേട്ടോ മുഅ്മിനീങ്ങളെ. ഐശ്വര്യമദീനാൽ വന്നിടും നബി വാക്യമാ. ഐശ്വര്യമദീനാൽ വന്നിടും നബി വാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഋണാങ്കണത്തിൽ വിപ്പടത്തങ്ങൾ മുഴക്കി അതാ സത്യത്തിന്റെ മിത്രങ്ങളായ ശത്രുക്കളോട് മല്ലടിക്കുന്നതിനേക്കാൾ പൊന്നുമോനെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ, ഉപ്പാക്ക് സേവനം ചെയ്യാൻ വിശുദ്ധ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം കേട്ടോ. അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ നിന്ന് അതാ ധർമ്മസമരത്തിന്റെ പോർക്കളത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, പ്രവാചക പ്രഭുവേ, ഞാനിതാ അവിടുത്തെയോടൊപ്പം പോരാട്ടത്തിന് വരാൻ ആഗ്രഹിക്കുന്നു ഹബീബേ. അവിടുത്തെയോടൊപ്പം യുദ്ധത്തിന് വരാൻ ആഗ്രഹിക്കുന്നു റസൂലേ. പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പടയോട്ടത്തിന് പുറപ്പെടുന്നു എന്ന വർത്തമാനം കേട്ടപ്പോൾ എന്റെ പ്രായമായ ഉമ്മ കരയുകയാണ്, എന്റെ പ്രായമായ ഉപ്പ വിഷമിക്കുകയാണ്. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എന്റെ താരത്ത് വന്നിട്ടവർ പറഞ്ഞു, കുഞ്ഞുമോനെ, ഞങ്ങളെ പിരിഞ്ഞെങ്ങാനും ഈ പടയോട്ടത്തിൽ പോയാൽ ഞങ്ങൾക്ക് ആരാണ് തുണ നൽകുക?
അവർക്ക് ആരാണ് സേവനം നൽകുക? അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്താനിറങ്ങി പുറപ്പെട്ട കുഞ്ഞുമോനോട് ഉമ്മയും ഉപ്പയും ഈ ആവശ്യമുന്നയിക്കുമ്പോൾ മദീനയിലെ രാജാവിന്റെ സമക്ഷത്തിൽ ചെന്നിട്ട് സങ്കടം സമർപ്പിക്കുകയാണ് സേവകനായ സഹാബിയൻ. പ്രവാചക പ്രഭുവേ, എന്ത് ചെയ്യാനാ? മോനെ നീ തിരികെ പോടാ, മോനെ നീ തിരികെ പോടാ. നിന്റെ ഉമ്മാനെ കരയിപ്പിച്ചതെങ്ങനാണോ അതുപോലെ നിന്റെ ഉമ്മാനെ തിരിപ്പിക്കടാ. നിന്റെ ഉപ്പാനെ വിഷമിപ്പിച്ചതെങ്ങനെയാണോ അതുപോലെ നിന്റെ ഉപ്പാന്റെ സമക്ഷത്തിൽ ചെന്നിട്ട് ആ ഉപ്പാനെ സന്തോഷിപ്പിക്കടാ. മാനവർക്ക് മുഴുവനും കരുണയുടെ മഹിതമായ കാരുണ്യത്തിന്റെ ശ്രേഷ്ഠമായ അധ്യായം പഠിപ്പിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചക അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما. ഖുർആൻ പഠിപ്പിക്കുന്നതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, പ്രായാധിക്യം ബാധിച്ച് നിങ്ങളുടെ മാതാവോ നിങ്ങളുടെ പിതാവോ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ നിങ്ങളുടെ ചാരത്ത് അവലംബം തരാൻ ആശ്രയം ആവശ്യപ്പെട്ടു വന്നാൽ നിങ്ങൾ ആ മാതാവിനോടും പിതാവിനോടും വളരെ മാന്യമായി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. വളരെ ഡിസിപ്ലിൻ ഫുള്ളായി മാത്രമേ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ഖുർആനിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ അനുശാസനമാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഖുർആൻ എത്ര ആക്യുറേറ്റായ പ്രയോഗമാണ് നടത്തുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, ഉഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? എന്തെങ്കിലും വെറുപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്ന, നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു പ്രയോഗമല്ലേ? എന്താണ്? അങ്ങനെ പോലും പറയാൻ പാടില്ല, അങ്ങനെ പോലും പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ എത്ര ക്ലിയർഫുൾ ആയിട്ടാണ് ആ വിഷയം ക്ലിയറൻസ് ചെയ്യുന്നതെന്ന് നോക്കും നിങ്ങളെ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ, ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവരെ ശപിച്ചിടുന്നതു തന്നെ. ഒരു ചീത്ത വാക്ക് ഉമ്മാനെ പറഞ്ഞാൽ, ഒരു ചീത്ത വാക്ക് വാപ്പാനെ പറഞ്ഞാൽ അവന് അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. അവൻ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ എത്ര വലിയ മുതലാളിയാകട്ടെ, പ്രമാണിയാകട്ടെ, പൗരപ്രമുഖനാകട്ടെ, പൊളിറ്റിക്കൽ ലീഡറാകട്ടെ, പ്രൈം മിനിസ്റ്റർ ആകട്ടെ, രാജാവാകട്ടെ, എത്ര വലിയ പദവിയുള്ള ആളായിരുന്നാലും അവന് സ്വർഗമെവിടെയാണ്, അവന് വിജയമെവിടെയാണ്, അവന് ഔന്നത്യം എവിടെയാണ്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ് എനിക്ക് സ്വർഗമുള്ളത്. വാപ്പാന്റെ കാൽപാദത്തിന് ചുവട്ടിലാണ് എനിക്ക് സ്വർഗമുള്ളത്. ഞാൻ എത്ര വലിയ ഒച്ചയിൽ പ്രസംഗിച്ചാലും, ഞാൻ എത്ര വലിയ ഇബാദത്തുള്ള ഹദീദാന്ന് വാദിച്ചാലും എനിക്ക് വിജയമുണ്ടാകണമെങ്കിൽ എന്റെ ഉമ്മാന്റെ സംതൃപ്തി വേണം. എനിക്ക് ആഖിറം രക്ഷപ്പെടണമെങ്കിൽ എന്റെ വാപ്പാന്റെ സംതൃപ്തി വേണം. ഇല്ലെങ്കിൽ എനിക്ക് ദുനിയാവും ആഖിറവും ശിക്ഷയാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ഖയ്യൂബ് റഹിമഹുല്ലാഹ്
പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം ഇതിന് യാസുരങ്ങളെ തൊട്ടതാ. അവിടുന്നും ശിഷ്യന്മാരും കൂടി ഒരു യാത്ര പോകുകയാണ്. ഇതിന് യാസുരങ്ങളും ശിഷ്യന്മാരും കൂടി ഒരു യാത്ര പോകുകയാണ്. യാത്രാമധ്യേ തങ്ങേണ്ട സ്ഥലമെത്തി ഒരു ഉമ്മയാണ് അവർക്ക് അഭയം കൊടുത്തത്. ഇതിന് യാസുരങ്ങൾ എന്ന വലിയ പണ്ഡിതനും അവിടുത്തെ ശിഷ്യന്മാരും കൂടി വന്നപ്പോൾ ആ ഉമ്മ അവർക്ക് അവലംബം കൊടുത്തോ. രാത്രി തങ്ങാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തോ. അപ്പോഴതാ പാതിരാത്രി സമയമാണ്. പാതിരാത്രി ആയപ്പോൾ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. സശ്രദ്ധം കാതോർത്ത് നോക്കുമ്പോൾ അതൊരു കഴുതയുടെ കരച്ചിലാണ്. ഇതിന് യാത്രയോഗ്യമാകുമ്പോൾ പുറത്തിറങ്ങുകയാണ്. എവിടെയാണ് പാതിരാ നേരത്ത് കഴുത കരയുന്നത്? ഏതൊരുക്കിൽ നിന്നാണ് കഴുതയുടെ ഒച്ച കേൾക്കുന്നത്? പുറത്തിറങ്ങി നാനാ ഭാഗങ്ങളിലും ഇങ്ങനെ നോക്കുമ്പോൾ കഴുതയെ കാണുന്നില്ല. ചുരുക്കി പറയട്ടെ, ഇതിന് യാസുരങ്ങൾ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ കഴുത കരയുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതമായി പോകാൻ സമയമായപ്പോ ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് യാത്ര ചോദിക്കുകയാണ്. ഉമ്മാ, ഞങ്ങൾ പൊയ്ക്കോട്ടെ, പക്ഷേ ഒരു കാര്യം ഉമ്മാനോട് ചോദിക്കാനുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കേട്ട കഴുതയുടെ ശബ്ദം എവിടുന്നാണ്? ഇന്നലെ രാത്രി ഞങ്ങൾ ശ്രദ്ധിച്ച കഴുതയുടെ ശബ്ദം അതേതു ഭാഗത്ത് നിന്നാണ്? ഉമ്മ പറയുകയാണ്, മോനെ ഇതിന് യാസിറേ, എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ ഞാൻ വളരെ കഷ്ടപ്പാടും അധ്വാനവും വേദനയും വേദനയും പ്രയാസവും പ്രതിസന്ധിയും സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോനാണ്. അവന്റെ വാപ്പ ചെറുപ്പകാലത്തങ്ങ് മരണപ്പെട്ടുപോയി. അനാഥനായ പൊന്നുമോനെ വളരെ കഷ്ടപ്പെട്ട് അന്യ വീടുകളിൽ പോയി അടിച്ചു തൂത്ത് വൃത്തിയാക്കി അന്യന്റെ പാത്രം കഴുകി അവിടുന്ന് എനിക്ക് തരുന്ന ആഹാരങ്ങൾ കൊണ്ടുവന്നെന്റെ മോനെ ഞാൻ ഭക്ഷിപ്പിച്ചാണ് ഞാൻ അവനെ വളർത്തി വലുതാക്കിയത്. ആ മകന് വിവാഹപ്രായമെത്തി ഒരു കല്യാണം കഴിച്ചപ്പോ എന്നോടുണ്ടായിരുന്ന സ്നേഹം അവന് പറ്റേ നഷ്ടപ്പെടുകയാണ്. എന്നോടുണ്ടായിരുന്ന ആദരവ് അവന് കുറയുകയാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവൻ എന്നോട് ചൂടാകുകയാണ്. വളരെ മോശമായ പെരുമാറ്റമാണ് അവന്റെ പെരുമാറ്റം. എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞ് എന്നോട് തർക്കിച്ചാൽ അവൻ എന്നെ വിളിക്കുന്നത് കഴുതേ കഴുതേ എന്നാണ്. അവനെന്നെ കഴുതേ കഴുതേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സഹിയിട്ട് ഞാനതിരെ അവനെതിരെ അങ്ങ് ദുആയിരന്നു പോയി, പടച്ചവനെ ഇതെന്തൊരു പരീക്ഷണമാണ് റബ്ബേ. ഞാൻ കഷ്ടപ്പാട് സഹിച്ച് വളർത്തി വലുതാക്കിയ എന്റെ പൊന്നുമോൻ എന്റെ മുഖത്തു നോക്കി കഴുതേ കഴുതേ എന്ന് ആക്രോശിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തൊരു സങ്കടമാണ്. അവനെതിരെ നീ ആക്ഷനെടുക്കണം റഹ്മാനേ എന്ന് ഞാനങ്ങ് ദുആയിരുന്നു പോയി. ഇമാം ഖയ്യൂബി അവിടുത്തെ കൻസുന്നവാദിൽ ഉദ്ധരിക്കുന്നു, ഇതിന് യാസുരങ്ങൾ പറയുന്നു, ഉമ്മ എന്നോട് പറയുകയാണ്, ആ മകനങ്ങ് പെട്ടെന്നൊരു രോഗം ബാധിച്ചെന്നു മരണപ്പെട്ടുപോയി. മരണപ്പെട്ടുപോയ മകനെ കൊണ്ട് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് രാത്രി ചില സമയങ്ങളിൽ കഴുത കരയുമ്പോൾ ശബ്ദം കേൾക്കുകയാണ്. ചിലപ്പോൾ പാതിരാത്രിയാകുമ്പോൾ അങ്ങ്
വെക്കാറുണ്ട്. ചിലപ്പോ സുബഹി ബാങ്ക് കേൾക്കാനാകുന്നത് വരെ ആ കരച്ചിൽ തുടരാറുണ്ട്. തങ്ങളെ വിശുദ്ധ ഖുർആൻ പറയുന്നതെന്താ? ഫലാ തഖല്ലമുമാ ഉഫ്ഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാന്യമായി സംസാരിച്ചു കൊള്ളണം, വളരെ മാന്യമായി സംസാരിച്ചു കൊള്ളണം. ചില ഉമ്മമാര്, നമ്മുടെ ഉമ്മമാർ, നല്ല പ്രായമുള്ള ഉമ്മ വീടിന്റെ കോലായി ഇങ്ങനെ ഇരിക്കും, മുറുക്കാനൊക്കെ ഇരിച്ചു തിന്നോണ്ടിരിക്കും. നമ്മളെ വലിയ വീടാണ്, നമ്മൾ ഗൾഫിൽ പോയി ഒരുപാട് പൈസ ഉണ്ടാക്കിയ വലിയ കൊട്ടാര സമാനമായ വീട്. ആ വീടിന്റെ ഉമ്മറത്തിൽ നിന്ന് ഇങ്ങനെ മുറുക്കാനൊക്കെ ചവച്ചു തിന്നോണ്ടിരിക്കുമ്പോൾ അതിലൂടെ കാറ് ഇങ്ങനെ പാസ് ചെയ്തു പോകും. ഉമ്മ വിളിക്കും, ഡാ മോനെ അബ്ദുൽ ഖാദറെ. എന്താ ഉമ്മ? അതിലൂടെ ഇപ്പൊ പോയണ്ടാടാ. നമ്മൾ പറയും, ഉമ്മ അവര് കാറാ ഉമ്മ. ആ ഉമ്മാക്ക് നല്ല പ്രായമുള്ള ഉമ്മയല്ലേ, ഉമ്മാക്ക് ചെവി കേട്ടൂടാ, ഉമ്മാക്ക് തീരെ കണ്ണ് കണ്ടൂടാ. ഉമ്മ വീണ്ടും ചോദിക്കും, എടാ അബ്ദുൽ ഖാദറെ, നിന്നോടല്ലേ ചോദിച്ചത് ഇതിലൂടെ പാസ് ചെയ്ത് പോയ സാധനം എന്താ? അപ്പോൾ അബ്ദുൽ ഖാദർ ആദ്യം പറഞ്ഞ ശൈലി നിങ്ങൾ കേട്ടോ, അത് കാറാ ഉമ്മ എന്നല്ലേ പറഞ്ഞത്. രണ്ടാമത് പറയുമ്പോൾ അതൊരു കാറാ ഉമ്മ. കുറച്ചൽപ്പം ശൈലിക്ക് വ്യത്യാസം വന്നു. മൂന്നാമത്തെ തവണത്തെ ഉമ്മ രണ്ടാമത് പറയുമ്പോൾ ഉമ്മ അത് കേൾക്കൂല. കാരണം ഉമ്മാന് കേൾവിക്ക് കുറവുണ്ട്, ഉമ്മാന് കാഴ്ചക്ക് കുറവുണ്ട്. ഉമ്മ വീണ്ടും ചോദിക്കും, മോനെ അബ്ദുൽ ഖാദിറെ, നിന്നോടല്ലേ ചോദിച്ചത്, ആ പോയതെന്താടാ? ആ സമയത്ത് ഈ മകനുണ്ടല്ലോ, 38 വയസ്സ് പ്രായമുള്ള മകൻ, ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വളരെ വലിയ വീട് വെച്ച മകൻ, ഹാജിയാരായ മകൻ, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന, ജമാഅത്തിന് പോകുന്ന, ധർമ്മം ചെയ്യുന്ന, സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നല്ല മകൻ, അവൻ ഉമ്മാനോട് പറയുകയാണോ, പണ്ടാരം പിടിച്ച കള്ളെ തള്ളെ ഒന്ന് ചുമ്മാ അവിടെ കിടന്നൂടായോ? അതിലൂടെ കാറ് പോകും, ആന പോകും, കാളവണ്ടി പോകും, ചക്രവണ്ടി പോകും, ബൈക്ക് പോകും, നിങ്ങൾക്കെന്തോ വേണം? ഇതൊന്നും ചാവുന്നില്ല, ഈ കട്ടിലും ഒഴിയുന്നില്ല. ഇതെന്തൊരു പരീക്ഷണമാ. കാരണം അയാളുടെ ചാരികസേനയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ന്യൂസ് പേപ്പർ റീഡിങ് നടത്തുകയാണ്, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുകയാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പത്രമെടുത്തുകൊണ്ട് സശ്രദ്ധപൂർവ്വം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രായമായ ഉമ്മയുടെ ചോദ്യം അവനെ ഡിസ്റ്റർബൻസ് ആക്കുകയാണ്, അവനെ ശല്യപ്പെടുത്തുകയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമുള്ള മകനെ ആ ഉമ്മാടെ ആലസ്യമുള്ള ചോദ്യം, ആ ഉമ്മാടെ വിരസമായ ചോദ്യം അവനെ നൊമ്പരപ്പെടുത്തുകയാണ്. ഒരു വേള ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്റെ മജ്‌ലിസിലുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, യുവാക്കളെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ കിടക്കുന്ന മണൽത്തരികളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ആകാശത്തെ കാണുമ്പോൾ അത് ആകാശമാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ഒരു ആനയിങ്ങനെ നടന്നു പോകുമ്പോൾ ആ പോകുന്ന സാധനം ആനയാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയാമായിരുന്നോ? റോസാപ്പൂവ് വിടർന്നു നിൽക്കുമ്പോൾ അത് റോസാ പുഷ്പമാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിവുണ്ടായിരുന്നോ? ആകാശ ലോകത്തുകൂടി പച്ച നിറത്തിലുള്ള പറവകൾ പറന്നു പോകുമ്പോൾ അത് തത്തമ്മകളാണെന്ന് നമുക്കറിയാമായിരുന്നോ? പകലിനെ പ്രകാശമാക്കാൻ, ഭൂമിയിൽ പകൽ സൃഷ്ടിക്കാൻ കടന്നു വരുന്ന കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ, അത് സൂര്യനാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിവുണ്ടായിരുന്നോ? രാത്രിയെ മനോഹരമാക്കി 14ാം നിലാവ് ഉദിച്ചു വരുമ്പോൾ അതിന്റെ പേര് ചന്ദ്രൻ എന്നാണെന്ന് എനിക്കോ നിങ്ങൾക്കോ വിവരമുണ്ടായിരുന്നോ? വിടർന്നു നിൽക്കുന്ന മനോഹരമായ പുഷ്പത്തിന്റെ അടുത്ത് പാറി പറന്നു ചെന്ന് മനോഹരമായ ചിത്രശലഭം ഇങ്ങനെ
തേൻ നുകർന്ന കുടിക്കുമ്പോൾ ആ തേൻ നുകർന്ന ബട്ടർഫ്ലൈയുടെ പേര്, ആ തേൻ നുകർന്ന സാധനത്തിന്റെ പേര് അത് പൂമ്പാറ്റയാണെന്ന് നമുക്കറിയാമായിരുന്നോ? അറിവില്ലായിരുന്നു കേട്ടോ. ദിവസം വെറുമ്പുന്ന രക്തത്തൊടിപ്പുള്ള ആർജവമുള്ള എന്റെ സമുദായത്തിന്, ഈ സമുദായത്തിന്റെ കാവൽ പരന്മാരായ യുവാക്കളെ, ഈ കിടക്കുന്ന മണൽത്തരികൾ നമുക്കറിയില്ലായിരുന്നു, ആകാശത്ത് നമുക്കറിയില്ലായിരുന്നു, താമരങ്ങളെ പറ്റിയോ വാൻപേടകളെ പറ്റിയോ ആട്ടിൻപറ്റങ്ങളെ പറ്റിയോ പശുവിൻ കൂട്ടങ്ങളെ പറ്റിയോ ഒരു വസ്തുവിനെ പറ്റിയും എനിക്കോ നിങ്ങൾക്കോ ഒരു വിവരവുമില്ലായിരുന്നു. ഉമ്മയാകുന്ന നമ്മുടെ പൊന്നു പാചകമുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷ്ടമായ മാതാവുണ്ടല്ലോ, നമ്മുടെ എല്ലാമായ പിതാവുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ കാലുറയ്ക്കാത്ത കാലഘട്ടത്തിൽ ഉമ്മാന്റെ മുഖത്ത് നോക്കി നാവിങ്ങനെ വഴങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉമ്മാ ഉമ്മാ എന്ന് പൂർണ്ണമായി ശരിക്ക് വിളിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടൊരു കൂട്ടരിങ്ങനെ പാസ് ചെയ്തു പോകുമ്പോ നമ്മൾ ചോദിക്കും, ഉമ്മ ആ പോയതെന്താ ഉമ്മ? ഒരു തവണയാണോ ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചത്? 2 തവണയാണോ ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചത്? 3 തവണയല്ല, 4 തവണയല്ല. പൂമ്പാറ്റയെ പറ്റിയും റോസാപ്പൂവിനെ പറ്റിയും എല്ലാത്തിനെ കുറിച്ചും ഞാൻ ഉമ്മയോട് 1000 തവണ ചോദിച്ചുപോയി. ഒരു തവണ പോലും എന്റെ വായിങ്ങനെ അമർത്തി പിടിച്ചിട്ട് എടാ പണ്ടാരം പിടിച്ച ചെറുക്ക, എടാ കുരുത്തങ്കത്തവനെ ഒന്ന് ചുമ്മാതിരിയടാ എന്നുമ്മ പറഞ്ഞു. മോനെ, ആ വിടർന്നു നിൽക്കുന്നത് റോസാപ്പൂവാണ്. പറന്നു പോകുന്ന പച്ച നിറത്തിലുള്ള കിളിയുടെ പേര് തത്തമ്മ എന്നാണ്. ആ പുഷ്പത്തിന്റെ മേലെ തേന്നുകരാൻ വരുന്ന സാധനം അത് പൂമ്പാറ്റയാണ്. ഈ കിടക്കുന്നത് മണൽത്തരികളാണ്. ആ നിൽക്കുന്നത് കേരമരമാണ്. ആ നിൽക്കുന്നത് മാവിന്റെ വൃക്ഷമാണ്. ഇത് പറഞ്ഞു പഠിപ്പിച്ചു തന്നതാരാ? ഉമ്മയല്ലയോ മുഅ്മിനീങ്ങളെ, ഉമ്മയല്ലയോ മുസ്ലിമീങ്ങളെ? ഈ ഉമ്മയൊന്ന് പ്രായാധിക്യം നേരിട്ട് പ്രതിസന്ധിയിലായപ്പോൾ കണ്ണിന്റെ കാഴ്ചശക്തിയും കാതിന്റെ കേൾവി ശക്തിയുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പാസ് ചെയ്തു പോയൊരു സാധനത്തെ പറ്റി 3ാമതൊന്ന് ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നുപോയി. ഉമ്മ ഒരു ശല്യമായി എനിക്ക് തോന്നിത്തുടങ്ങി. ഉമ്മ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതെന്തൊരു ദുരന്തമാണ്. ഖുർആൻ പറയുന്നത് കണ്ടോ? فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة واخفض لهما جناح الذل من الرحمة. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ ആദരവോടെ അവർക്ക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. ആദരവോടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ ദുആയിരക്കണം. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ وقل رب ارحمهما كما ربياني صغيرا. ഏത് മക്കളാണെന്ന് ദുആയിരക്കുന്നത് വാപ്പാക്ക് വേണ്ടി. മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയോ? മഗ്‌രിബിന്റെ ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുമ്പോൾ
ഈ ചെറിയ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലൊരുമിച്ച് കൂടിയിരുന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. മദീനയിലെ രാജാവിന്റെ റൗളത്തുൽ മുശറഫയിലേക്ക് ഈ ചെറിയ മക്കൾ സ്വലാത്ത് ചൊല്ലി ഒഴുക്കി വിട്ടിരുന്നു. ഇതേ ഉമ്മമാർ വിശുദ്ധമായ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആനെടുത്ത് കയ്യിൽ വെച്ച് സൂറത്തു യാസീൻ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തു യാസീൻ അത് പാരായണം ചെയ്യുകയും മരണപ്പെട്ടുപോയ വാപ്പാന്റെ കബറിടത്തിലേക്ക് അത് ഹദിയ ചെയ്യുകയും മരണപ്പെട്ടുപോയ ഉമ്മാന്റെ കബറിടത്തിലേക്ക് അത് ഹദിയ ചെയ്യുകയും അവർക്ക് വേണ്ടി ദ്വാരക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. പെങ്ങന്മാരെ, ഏത് പെങ്ങളായിരുന്നു ഫാത്തിഹ ഓടുന്നത് വീട്ടിൽ മഗ്‌രിബിന്റെ ടൈമില്? ഏത് ഉമ്മയായിരുന്നു യാസീനോട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട വാപ്പാന്റെ ഉമ്മാന്റെ കബറിടത്തിലേക്ക് ഹദിയ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിം വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ മുഅ്മിനീങ്ങളെ? വളരെ റയറാ, വളരെ അപൂർവമാണ്. ഇന്നാലും മരണപ്പെട്ടു പോയ വാപ്പാന് വേണ്ടി, ജീവിച്ചിരിക്കുന്ന വാപ്പാന് വേണ്ടി, ഉമ്മാന് വേണ്ടി എത്ര മക്കളാ ദുആയിരക്കുന്നത്? ആരും ഇന്ന് ദുആയിരത്താറില്ല. വാപ്പകൾക്ക് സമ്പത്തുള്ളവനാണെങ്കിൽ മോൻ ദുആയിരക്കും. പടച്ചോനെ, ഈ പണ്ടാരം പിടിച്ച കിളവനെന്ന് അടിച്ചുപോയിരുന്നെങ്കിൽ ആ കിളവന്റെ പൊന്നാണി അങ്ങാടിയിലുണ്ടായിരുന്ന 10 സെന്റ് ഫ്ലാറ്റും മറ്റുമൊക്കെ എനിക്ക് കൈക്കലാക്കാമായിരുന്നല്ലോ എന്നാണ് ധിക്കാരിയായ, അഹങ്കാരിയായ, പുണ്യവിയായ മോഹമുള്ള മകന്റെ പ്രാർത്ഥന. അതല്ലെങ്കിൽ പടച്ചവനെ, ഇതെന്റെ പിതാവാണ് ജീവിതം മുഴുവനത്തേറും കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, പ്രയാസം സഹിച്ചത്, വേദന സഹിച്ചത് മുഴുവനും എനിക്കാണ്. ആ പിതാവിന്റെ രോഗം നീ പ്രയാസമല്ലോ, ആ പിതാവിന് ആഫിയത്ത് കൊടുക്കണമല്ലോ എന്നേതെങ്കിലും മക്കൾ ദുആയിരത്താറുണ്ടോ മുഅ്മിനീങ്ങളെ? മുൻഗാമികൾ ദുആയിരന്ന് പോയി. പക്ഷേ ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്കതിന് ടൈമില്ല. 21 വയസ്സായ ചെറുപ്പക്കാരന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? 18 വയസ്സായ യുവാക്കളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? പൾസർ ബൈക്കിനകത്ത് ചീറിപ്പാൻ നാഷണൽ ഹൈവേയിലൂടെ പെർഫോമൻസ് കാണിച്ച് പാറി നടക്കുന്ന ചെറുപ്പക്കാരാ, അറേബ്യൻ മണൽ കാട്ടുകളിൽ കിടന്ന് കഷ്ടപ്പെട്ട ചോര നീരാക്കി നിന്റെ പിതാവ് അയച്ചുവന്ന കറൻസികൾ കൊണ്ടാടാണ് നീ പൾസർ ബൈക്ക് മേടിച്ചത്. നീ നിന്റെ പറപടക്കുന്ന എൻഫീൽഡ് 2 വീലർ മേടിച്ചത്. ആ 2 വീലറിനകത്ത് നീ പാറിപ്പറന്ന് നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, സൽക്കർമ്മം ചെയ്യാതെ, ഒരു ദീനിയായ കാര്യങ്ങളിലും ബന്ധപ്പെടാതെ ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ പടച്ചവനെ, ഇതിന്റെ വാപ്പടന്ന പൈസ കൊണ്ട് മേടിച്ച ബൈക്കാ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന നല്ല ഫെസിലിറ്റീസ് ഉള്ള എന്റെ വീട് എന്റെ പിതാവ് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാ. എന്റെ വാപ്പാക്ക് പൊറുക്കനേ അല്ലാ. 5 നേരം നിസ്കരിച്ച മകൻ, അവന്റെ നിസ്കാരശേഷം എന്റെ കഷ്ടപ്പെട്ട് താരാട്ടിയ പാലൂട്ടിയ എന്റെ ഉമ്മാന് നീ പൊറുക്കണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സായം സന്ധിയിലോ ഒരു സുപ്രഭാതത്തിലോ മോനെ നീ ദുആയിരുന്നോടാ നിന്റെ ഉമ്മാക്ക് വേണ്ടി, മോനെ നീ ദുആയിരുന്നോടാ നിന്റെ വാപ്പാക്ക് വേണ്ടി. ഖുർആൻ പറയുന്നത് കേട്ടോ, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ കുഞ്ഞുനാളിൽ, എന്നെ എന്റെ കൊച്ചുനാളിൽ എന്നെ കഷ്ടപ്പെട്ട് എന്റെ വാപ്പയും എന്റെ ഉമ്മയും പോറ്റി വളർത്തിയതുപോലെ പടച്ചവനെ അവരിൽ ആ പ്രായമായിരിക്കുന്നു.
അവർക്ക് കഴിയാതായിരിക്കുന്നു. അവർക്കൊന്ന് പ്രായാധിക്യമുണ്ടായിട്ട് വേദനയും വിഷമവും ബുദ്ധിമുട്ടുമായിരിക്കുന്നു. അവർക്ക് നീ പൊറുക്കണം അല്ലാ, അവർക്ക് നീ കാരുണ്യം ചെയ്യണം അല്ലാ എന്നോരോ മക്കളോടും ദുആയിരത്താൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ്. കണ്ടില്ലേ മഹാനായ ഉസ്മാൻ ബിൻ സൗദത്ത് തവാഫി വലിയ ആലിമാണ്, വലിയ സാലിഹാണ്, വലിയ ആബിദാണ്. ഉസ്മാൻ ബിൻ സൗദത്ത് തവാഫി എന്ന പണ്ഡിതന്റെ ശ്രേഷ്ഠവതിയായ ആബിദത്തായ ഉമ്മയങ്ങ് മരണപ്പെട്ടു പോയി. ഈ മകനൊരു പതിവുണ്ട്. ആലിമായ മകൻ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് ചെല്ലും. ആ ഉമ്മാക്ക് വേണ്ടി ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വദത്തൈനി ഓതി ആ ഉമ്മാക്കും ബാക്കിയുള്ള ഖബറാളികൾക്കും ഹദിയ ചെയ്ത് ദുആ ചെയ്തെത്തുന്ന പതിവ് ഉസ്മാൻ ബിൻ സൗദത്ത് തവാഫി എന്ന പണ്ഡിതനായ ആലിമായ ആബിദായ മനുഷ്യന് പതിവുണ്ട്. കാരണം അദ്ദേഹം വിശുദ്ധ ഹദീസ് പഠിച്ചയാളാണ്. ഖുർആനിൽ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന അധ്യായം മനസ്സിലാക്കിയ ആളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കണ്ടില്ലയോ? മൻ ദാറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ ഉഫിറ ലഹു വകുതിബ ബർറാ. ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസം സന്ദർശിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉഫിറ ലഹു വകുതിബ ബർറാ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവരെ ശ്രേഷ്ഠവാന്മാരുടെ ലിസ്റ്റിലേക്ക് അല്ലാഹു ഫയൽ മാറ്റി എഴുതുന്നതാണ്. മുഅ്മിനീങ്ങളെ, ഇത് പഠിച്ചുപോയ ഉസ്മാൻ ബിൻ സൗദത്ത് തവാഫി എന്ന പണ്ഡിതൻ ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യാൻ പോകുന്ന പതിവുണ്ട്. അപ്പോഴതാ ഒരു ദിവസം ഉമ്മാന്റെ മകൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഉമ്മ ഉമ്മാനോട് മകൻ ചോദിക്കുന്നു, ഉമ്മ സുഖം തന്നെയല്ലേ, സന്തോഷം തന്നെയല്ലേ? മോനെ സുഖമാടാ, മോനെ സന്തോഷമാണടാ. ഒരു കാര്യം എന്റെ മോനോട് ഞാൻ പറയട്ടെ, ഒരു കാര്യം എന്റെ കുഞ്ഞു മോനോട് ഉമ്മ ഉണർത്തട്ടെ. എന്താണ് കുഞ്ഞുമ്മാക്ക് ഉണർത്താനുള്ളത്? എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യുന്ന പതിവുണ്ടല്ലോ, ആ പതിവ് മോൻ ഒഴിവാക്കല്ലേ ഉസ്മാനെ, ആ പതിവ് മോൻ ഒഴിവാക്കല്ലേ ഉസ്മാനെ. കാരണം എന്താണെന്നറിയുമോ? നീ ഇങ്ങനെ എന്റെ ഖബറിന്റെ ചാരത്തേക്ക് നടന്നു വരുന്ന നേരത്ത് മറ്റു ഖബറാളികൾ വിളിച്ചു പറയുകയാണ്, റാഹിബ, മോളെ റാഹിബ, നിന്റെ ആലിമായ മകനിതാ വരുന്നുണ്ട് മോളെ റാഹിബ, നിന്റെ ആബിദായ മകനിതാ, നിന്റെ സാലിഹായ മകനിതാ വരുന്നുണ്ട് മോളെ റാഹിബ. അവനിങ്ങനെ നടന്നു വരുന്ന അവൻ നിനക്ക് വേണ്ടി ദ്വാരക്കുന്നു, ഞങ്ങൾക്കും അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്യുന്നു. അപ്പോൾ നിന്റെ മകൻ വന്നിട്ട് പോകുമ്പോ ഞങ്ങൾക്കും സന്തോഷമാണ്, ഞങ്ങൾക്കും ആനന്ദമാണ്, ഞങ്ങളുടെ ഖബറിലും സുഗന്ധമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ? ആ ഉമ്മാന് വേണ്ടി പെങ്ങളെ മറന്നു പോകാതെ നിങ്ങൾ ദുആ ഇറക്കണം. ആ ഉപ്പാക്ക് വേണ്ടി ചെറുപ്പക്കാരാ, എത്രയോ മരണപ്പെട്ടുപോയ ഉപ്പമാർ, എത്രയോ മരണപ്പെട്ടുപോയ ഉമ്മമാർ
പൊന്നാനിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയിട്ട് നിങ്ങൾ കാതോർത്ത് നോക്ക്. പൊന്നാനിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി നിങ്ങളൊന്ന് ചെവിയോർത്ത് നോക്ക്. എത്രയോ മീസാൻ കല്ലുകളിൽ നിന്നും വെളിയാളങ്ങൾ ഉയരുന്നുണ്ട്. എന്നെ എന്റെ മക്കള് തിരിഞ്ഞു നോക്കുന്നില്ല, എന്റെ മക്കളെന്നെ പരിഗണിക്കുന്നില്ല, എന്റെ മക്കളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. കാറുകളിൽ കിടന്ന് ആർത്തവസിച്ച് നിലവിളിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണേ, മരണപ്പെട്ടു പോയൊരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു മനുഷ്യൻ അതാ പിടിവള്ളിയാളൊരു കച്ചിട്ടുകൊണ്ട് കിട്ടിയാലും അവനത് രക്ഷയല്ലയോ നിങ്ങളെ? അതുപോലെയാണ് ഖബറാളിയായ ഒരു മനുഷ്യന്റെ അവസ്ഥ. അയാൾ ഖബറിൽ കിടന്നുകൊണ്ട് ആരാധനയ്ക്ക് നന്മ വിതരണം ചെയ്യുന്നത്? ഏത് മകനാണ് എന്റെ പേരിൽ ഹദിയ കൊടുക്കുന്നത്? ഏത് മകളാണ് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതെന്ന് ഓരോ മാതാവും ഓരോ പിതാവും ഖബറിന്റെ അകത്തുള്ളവരിൽ കിടന്നുകൊണ്ട് ആത്മനൊമ്പരങ്ങൾ ഉയർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരെ മറന്നു പോകരുതേ, അവർക്ക് വേണ്ടി ദുആയിരക്കണേ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പാതിരാത്രി സമയമാണ്. അവിടുന്നതാ ചെറിയ കുടിലിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴതാ എവിടെ നിന്നോ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ശബ്ദം നോക്കി, എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്? അവിടുത്തേക്ക് മനസ്സിലായില്ല. ചെറിയ രണ്ടു മക്കളെ വിളിച്ചു, ഹസനൈൻ. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രണ്ട് ചെറിയ മക്കളെ അടുത്ത് വിളിച്ചു, ഹസനൈൻ. വാപ്പാന്റെ കാലത്തേക്ക് രണ്ടു മക്കളും ഇങ്ങനെ വരികയാണ്. വന്നപ്പോ ചോദിക്കുകയാണ്, മോനെ ഹസനും ഹുസൈനുമേ, എവിടെ നിന്നോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് പോയിട്ട് നോക്കി വരാമോ? രണ്ടു മക്കളും കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. കഅബാലയത്തിന്റെ ഓരത്തു നിന്നാണ് ഒച്ച കേൾക്കുന്നത്. നേരെ കഅബാലയത്തിന്റെ ചാരത്തേക്ക് രണ്ട് ചെറിയ മക്കളും നടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയാണ്. എനിക്ക് സംഭവിച്ചു പോയ നഷ്ടമേ, എന്റെ ദൗർഭാഗ്യമേ, എന്റെ ഹതഭാഗ്യമേ. ആ മനുഷ്യൻ അവിടെ കിടന്ന് കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികൾക്ക് താഴെ കിടന്നുകൊണ്ട് അയാൾ ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയാണ്. മഹാനായി രണ്ട് ചെറിയ മക്കൾ മഹാന്മാർ കടന്നു നിന്നിട്ട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എവിടുത്തുകാരനാണ്? എന്തിനാണ് ഈ കഅബാലയത്തിന്റെ ചാരത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്തിനാണ് ഇവിടെ കിടന്ന് പാതിരാത്രി സമയത്ത് ഇവിടെ കിടന്ന് കരുതുന്നത്? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ഏത് രാജ്യക്കാരനാ? നിങ്ങളെ പ്രശ്നമെന്താ? മനുഷ്യനും കുഞ്ഞുമക്കളോട് പറയുകയാണ്, നിലവിളിക്കും പാപി ഞാനും കഥകൾ ചൊല്ലിടാം, കഥന കഥകൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കാമോ? നിലവിളിക്കും പാപി ഞാനും കഥകൾ ചൊല്ലിടാം, കഥന കഥകൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കാമോ? ഞാൻ എന്റെ കഥനകഥകൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങളത്
സശ്രദ്ധം കേട്ടു നിൽക്കുമോ? നിങ്ങൾ ആരാണ് മക്കളെ? ഞങ്ങൾ ഈ രാജ്യത്തെ ഖലീഫയുടെ മക്കളാ. നിങ്ങൾക്ക് ഞങ്ങളോട് പരാതി പറയണ്ട. ഈ രാജ്യത്തെ ഖലീഫയോട് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ സങ്കടം പറയൂ. ഖലീഫ നിങ്ങൾക്ക് പരിഹാരം നൽകും. മക്കളെ, നിങ്ങൾ കാണുന്നില്ലേ എന്നെ? എന്റെ ശരീരത്തേക്കൊന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ. പുഴുക്കളടിക്കുന്നത് കണ്ടില്ലേ? വ്രണങ്ങളിൽ ഈച്ച പറ്റുന്നത് കണ്ടില്ലേ? ശരീരത്തിലൂടെ ചലവും ചീന്തലവും രക്തവും പഴുപ്പും ഒഴുകുന്നത് കണ്ടില്ലേ? ഞാൻ സക്കറാത്തിന്റെ ഹാലിലാണ്. ഞാനങ്ങ് മരണാസന്നനാണ്. മക്കളെ, ഹസനയിൽ നിങ്ങൾക്ക് എന്നോട് കനിവുണ്ടാകണം. നിങ്ങളുടെ പിതാവിന്റെ ചാരത്തേക്ക് ചെല്ലണം. പിതാവായ ഇബ്നു അബീ താലിബ് തങ്ങളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുമോ? ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊന്ന് ദുആയിലപ്പിക്കട്ടെ. ഞാനങ്ങനെ എന്റെ ആഖിറം രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളൊന്ന് പോയിട്ട് വരാൻ പറയുമോ? മഹാന്മാരായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ നേരെ പിതാവിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. വാപ്പാ, ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു രംഗമതാ കഅബാലയത്തിന്റെ ചാരെ ഒരു മനുഷ്യനതാ ജീവച്ഛവം പോലെ മരണത്തോടും ജീവിതത്തോടും നിമിഷങ്ങളിൽ മല്ലിട്ടുകൊണ്ടൊരു മനുഷ്യൻ അവിടെ നിന്ന് ചൊല്ലുമോ? വാപ്പാ, ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവല്ലയോ? സ്വർഗത്തിലെ ശുഹദാക്കളുടെ നേതാവായ ഹസന്റെയും ഹുസൈന്റെയും പിതാവല്ലയോ? റസൂലുള്ളാഹിന്റെ മരുമകനല്ലയോ? ഈ കഅബാലയത്തിന്റെ കുല്ലടിച്ചിട്ട് ഈ പാപിയായ മോശക്കാരനായ ദൗർഭാഗ്യവാനായ ഹതഭാഗ്യനായ എനിക്ക് വേണ്ടി ഞങ്ങളൊന്ന് ദുആ തരുമോ?